ചെവി കേൾക്കൽ അല്പം കുറവുണ്ടായിരിക്കും. എപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും, എനിക്ക് ചെവി പതുക്കെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു കണ്ണിന് കാഴ്ച കുറവാണെങ്കിൽ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എനിക്ക് ഒരു കണ്ണിന് കാഴ്ചശക്തി പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ പറയുന്ന മനുഷ്യൻ വേവലാതിപ്പെടുന്ന, ചെവി കേൾക്കൽ കുറവാണ് വേവലാതിപ്പെടുന്ന, കാഴ്ചശക്തി കുറവാണ് വേവലാതിപ്പെടുന്ന മനുഷ്യൻ ആലോചിക്കുന്നില്ല. ഇതല്ലാത്ത എത്രയോ അനുഭവങ്ങൾ, സൗകര്യങ്ങൾ, അനുഗ്രഹങ്ങൾ പഠിച്ചവരായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിനോ കാലിനോ നാക്കിനോ കണ്ണിനോ ഹൃദയത്തിനോ കിഡ്നിക്കോ ഒരു കുഴപ്പമില്ല, സുഖസുന്ദരമായി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ പൊതുവെ മനുഷ്യ സമൂഹം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇല്ലാത്തത് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ പഠിച്ച തമ്പുരാൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അതിൻ്റെതായ അളവിലും തൂക്കത്തിലും വരെയും കാണാൻ കഴിയില്ല. ഇപ്പോ സാമ്പത്തിക നല്ല ശേഷിയുള്ള മനുഷ്യനെ ഇരിക്കുക, അദ്ദേഹത്തിന് അസുഖം വരും, പാവങ്ങൾക്ക് അസുഖം വരും. അസുഖം എന്ന് പറഞ്ഞാൽ പണക്കാരനാണോ പാവങ്ങളാണോ നോക്കിയിട്ടല്ല വരിക. വളരെ പണക്കാരനായ മനുഷ്യൻ അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്, അത് കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ശ്വസിക്കാൻ കഴിയില്ല, ഓക്സിജൻ കൊടുക്കുന്ന രോഗികൾ, മൂക്കിലും പൈപ്പ്, വായയിലും പൈപ്പ്. നമ്മൾ നിർബാധം 10 വയസ്സ് മുടക്കില്ല, നിർബാധം ശ്വസിച്ചുകൊണ്ടേയിരിക്കുകയാണ് പഠിത്തം സൗകര്യത്തോടു കൂടി. എന്നാൽ നമ്മുടെ അയൽവാസിയായ പണക്കാരനായ മനുഷ്യൻ അദ്ദേഹം ഓക്സിജൻ സഹായത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മൂക്കിലും പൈപ്പാണ്, വായിലും പൈപ്പാണ്. അപ്പൊ അത് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏക ആഗ്രഹം എന്താ? എനിക്ക് എല്ലാ ആളുകളെ പോലെ എനിക്ക് വായിലൂടെ എന്നാ തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാം, എനിക്ക് എന്നാ എല്ലാവരും ശ്രദ്ധിക്കാൻ കഴിയാം. ഇതാണ് അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ നമുക്കോ സാമ്പത്തിക ശേഷി അല്പം കുറവുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് കണ്ണിനോ മൂക്കിനോ ചെവിക്കോ വായക്കോ ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മളെപ്പോഴും ഇല്ലാത്ത അനുഗ്രഹം എണ്ണി പറയാതെ, ചിലപ്പോൾ ഇല്ലാത്ത ഒരു അനുഗ്രഹം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സാമ്പത്തിക ശേഷി അല്പം കുറവാണ്. എന്നിരുന്നാലും ആ പണക്കാരനെ നോക്കി നിങ്ങള്, അദ്ദേഹത്തിന് കുടിക്കാൻ കഴിയില്ല, തിന്നാൻ കഴിയില്ല, ശ്വസിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, ഇങ്ങനെ ഒരുപാട് അസുഖം പിടിച്ച് കിടക്കുകയാണ്. നമുക്ക് അതുപോലെ യാതൊരു അസുഖങ്ങളും ഇല്ല. കണ്ണിനോ കായി നമ്മൾ ഇങ്ങോട്ട് വന്ന് എങ്ങനെയാ നടന്നാ വന്നത് കാല് യാതൊരു കുഴപ്പമില്ല. എന്നാൽ പണക്കാരനായ അയൽവാസിയുടെ കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ? ഒന്ന് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിന്നാ. അപ്പൊ പഠിച്ച തമ്പുരാൻ തന്ന അനുഗ്രഹങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമുക്ക് അനുഗ്രഹങ്ങൾ എണ്ണി കണക്കാക്കുകയാണെങ്കിൽ ഒരിക്കലും എണ്ണി കണക്കാക്കാൻ കഴിയില്ല. അതുമാത്രം അനുഗ്രഹങ്ങള് പഠിച്ച തമ്പുരാൻ നമുക്ക് കന്യേകിയിട്ടുണ്ട്. അത് ഒരു സാധാരണ ഒരിക്കലും ഇല്ലാത്ത അനുഗ്രഹങ്ങൾ നോക്കാതെ ഉള്ള എണ്ണിക്കൊണ്ടേയിരിക്കും. കണ്ണ് കുഴപ്പമുണ്ട്, ശരി തന്നെയാണ്. എന്നാലും മറ്റുള്ള എല്ലാ അവയവങ്ങളും 100% ഫിറ്റ് ആണല്ലോ. പഠിച്ച തമ്പുരാൻ എനിക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ടല്ലോ. സാമ്പത്തിക ശേഷി അല്പം കുറവാണെങ്കിലും എനിക്ക് ശാരീരികമായി മാനസികമായി മറ്റു യാതൊരു പ്രയാസങ്ങളില്ലല്ലോ, പഠിച്ചവൻ എന്റെ കൂടെ ഉണ്ടല്ലോ എന്നാൽ ബോധ്യത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യനും ഒരു തരത്തിലുള്ള പ്രയാസമോ മനക്ലേശോ ടെൻഷൻ ഒന്നും ഉണ്ടാവുകയില്ല. പക്ഷെ എപ്പോഴും ടെൻഷൻ ഉണ്ടാവുന്നത് എന്താ? എന്റെ ഒരു ആളെ കെട്ടിച്ചു, മറ്റേ ആളെ കെട്ടിക്കാൻ എന്താ മാർഗം? ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. എനിക്കൊരു കടവുത്താൻ എന്താ മാർഗം? ഇത് ആലോചിക്കാതെ ഉള്ളത് ഒന്നിനെയും കെട്ടിച്ച് വിടാൻ കഴിഞ്ഞല്ലോ. ഇങ്ങനെ കിട്ടിയതിനും എപ്പോഴും കിട്ടിയ അനുഗ്രഹത്തിന് എപ്പോഴും നന്ദി കാണിച്ചുകൊണ്ട് കിട്ടാത്ത ഇല്ലാത്തതിന്റെ പിന്നാലെ പോവാണ്ടിരിക്കുക, ഉള്ളൊരു സംതൃപ്തിയായി ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യനും ഒരു കാലത്തും ഒരു ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അപ്പോഴാണ് അല്ലാഹു തആല ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. അതുപോലെ നമ്മുടെ കൂടെ പിറപ്പുകളായ കുടുംബാനികൾ, അയൽവാസികൾ, കുടുംബക്കാര്, നാട്ടുകാര് എല്ലാവർക്കും തന്നാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണം, വാക്കുകൊണ്ടോ സാമ്പത്തിക ശേഷിക്ക് അടിയില്ലെങ്കിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ഇരുത്തം കൊണ്ടോ എന്ത് സഹായമാണ് ചെയ്യാൻ കഴിയുക, ഇതുപോലുള്ള സഹായങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ശരീരം പോലെയാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അവയവത്തിൽ എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ പല്ല് വേദന വിചാരിക്കുക. ആ പല്ല് വേദന വന്നു കഴിഞ്ഞാൽ ആ പല്ല് മാത്രമല്ല അതിന്റെ പ്രയാസം അനുഭവിക്കുക, ശരീരം മൊത്തം അതിന്റെ പ്രയാസം അനുഭവിക്കും. അതിന്റെ പ്രയാസം അനുഭവിക്കും. ഉറക്കമൊഴിച്ചിട്ടും ഭക്ഷണം ഉപേക്ഷിച്ചിട്ടും ശരീരം മൊത്തം ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടുകാരനായ ഒരാള് അല്ലെങ്കിൽ കൂട്ടുകാരിയായ ഒരാള്, നമ്മുടെ കുടുംബാംഗങ്ങളായ ഒരാൾക്ക്, നാട്ടുകാരനായ ഒരാൾക്ക്, അയൽവാസിയായ ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോ, സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും പ്രയാസം വരുമ്പോ അത് നമ്മുടെ കൂടെ പ്രയാസമാണ് എന്ന് കണക്കിലെടുത്ത് കഴിയാവുന്ന രൂപത്തിൽ കഴിയാവുന്ന അളവില് ആ വ്യക്തിക്ക് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് കിട്ടിയ അനുഗ്രഹത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇല്ലാതെ എണ്ണി പറയാതെ ഉള്ളതിങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ട് എപ്പോഴും ദൈവം തമ്പുരാന്റെ പഠിച്ച തമ്പുരാന്റെ യഥാർത്ഥ അടിമകളായിക്കൊണ്ട് ജീവിക്കുക. അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹം ഒരിക്കലും നിസ്സാരമായി കാണാതിരിക്കുക.
ചുറ്റുപാട് നോക്കുമ്പോൾ ധാരാളം അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാം അറിയാതെ, നമ്മൾ അത് അറിയാതെ പോവാണ്. ഒരിക്കലും അറിയാതെ പോവാതെ കിട്ടിയ അനുഗ്രഹം നന്ദി പ്രകാശിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി പരസ്പരം സഹായ സഹകരണത്തോട് ജീവിക്കുന്ന യഥാർത്ഥ മനുഷ്യ പറ്റുള്ള ആളുകളായിക്കൊണ്ട് ജീവിക്കുക. അത് ദൈവം തമ്പുരാൻ പഠിച്ചാൻ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥന നിർത്തുന്നു.